ഇതാണ് പള്ളിവാസൽ ഫാക്ടറിക്ക് മേളിൽ പ്ലംജൂഡ് റിസോർട്ടിൻ്റെ അവിടുത്തെ അവസ്ഥയാണ്. നിലവിൽ വണ്ടികളൊന്നും കടന്നു പോരില്ല. മേളിൽ നിന്ന് ഉരുൾ പൊട്ടി പോന്നേക്കുന്നതാണ്. ഇതിപ്പോൾ മാറ്റണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കുന്ന പരിപാടികളല്ല ഇവിടെ. നിലവിൽ ഇത്രയും ഏരിയ അങ്ങനെ പോയി ഇവിടെ മതിയായ വെള്ളച്ചാട്ടം രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത്. പുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ അങ്ങേ ഭാഗത്തു കൂടെയാണ് പുഴ പോകുന്നത്. രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത്. അത് ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട്. അതാ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. ആ വീടിൻ്റെ മൂലയിലേക്കാണ് വണ്ടിയാണ് തല കുത്തനെ നിൽക്കുന്നത്. ആ കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഒരുപാട് വീടുകൾ, എണ്ണി പറയാൻ പറ്റാത്തത്ര വീടുകൾ പോയിട്ടുണ്ട്. സാറേ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഈ റോഡിൽ നിന്നുള്ള മലവെള്ളമാണ് കേട്ടോ. മലവെള്ളം വന്നിട്ട് ഈ ഡൗൺ ട്രാക്കിലേക്ക് ഒലിച്ചിറങ്ങിയിരിക്കുകയാണ്. ഡൗൺ ട്രാക്കിൻ്റെ ഡൗൺ സൈഡിൽ, അതായത് റൈറ്റ് സൈഡിൽ ട്രാക്കിൻ്റെ ബലാസ്റ്റ് മൊത്തം പോയിട്ടുണ്ട്. ഈ ബലാസ്റ്റ് പോയിട്ട് താഴെ ഒഴുകി പോയിട്ട് അപ്പിലേക്കുള്ള ട്രാക്കിൽ, ആ ട്രാക്കിലാണ് മൊത്തം ബലാസ്റ്റും പോയേക്കുന്നത്. അപ്പിലെ ട്രാക്ക് ഫുള്ള് വെള്ളമാണ്. ഇതിപ്പം ഈ കാണുന്നത് അപ്പിലെ ട്രാക്കാണ് സാറേ. അപ്പിലെ ട്രാക്കിൽ കിടക്കുന്നുണ്ടല്ലേ ബെല്ലാസ്റ്റ് എല്ലാം. ഡൗൺ ട്രാക്കിൽ നിന്ന് ഒലിച്ച് വീണേക്കുവാണ്. ട്രാക്കിൽ കിടക്കുന്ന ഒരു വേസ്റ്റ് ഫ്രിഡ്ജിൻ്റെ റെഫ്രിജറേറ്ററിൻ്റെ ബോഡിയാണ്. നമ്മുടെ 2015 നടന്ന പുത്തുമല ദുരന്തത്തിനെക്കാളും വളരെ ഭീകരത. അപ്പോൾ വല്ലാത്ത അവസ്ഥ അടുത്ത പറഞ്ഞില്ല. ഇത് നമ്മളെ ഹൈസ്കൂളിലെ സ്കൂളിൻ്റെ സൈഡിലുള്ള റോഡാണ്. ആ റോഡിലൂടെയാണ് ആ വെള്ളം ഒഴുകുന്നത് കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് റെസ്ക്യൂ എത്തി ഇതെവിടെ വരെ എത്തിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. നമ്മളെ ചൂരൽമലനി മുണ്ടക്കൈന് വന്നിട്ടിരുന്ന പാലാണ്. പാലത്തിൻ്റെ അവസ്ഥ അത് പുഴ ഏതാണോ കര ഏതാണോ എന്നറിയില്ല. ആ ലെവലിലാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്.
വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്.